So we are going to end the chapter. The last part of this chapter is dealing with fertilization and implantation. So ഇതുവരെ കണ്ട പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നടക്കുന്ന ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഫൈനൽ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. So we can see what is fertilization or how fertilization occurs. During copulation, that means sexual intercourse, semen is released by the penis into the vagina. It is called insemination. Artificial insemination എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ടാവും. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നത്, ഇത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. Then how the fertilization occurs? When the sperm fuses with ovum, fertilization occurs, and normally the sperms enter the vagina, reaches the cervical canal, then through uterus it reaches the isthmus ambulary junction. Here the ovum from ovary enters through fimbria, then reaches infundibulum, then ampulla. So isthmus ambulary junction is the region where this egg and the sperm or ovum and the sperm meet. There it fuses and fertilization occurs. Fertilization happens only if ovum and sperms are transported simultaneously. So all copulations do not lead to fertilization and pregnancy. Fertilization നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ, ഒരേ സമയം ഓവം അല്ലെങ്കിൽ എഗ്ഗും സ്പേമും ഈ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ എത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പോപ്പുലേഷൻസും സെക്ഷൽ ഇന്റർകോഴ്സസും ഫെർട്ടിലൈസേഷനിലേക്കോ പ്രഗ്നൻസിയിലേക്കോ എത്തിക്കില്ല. സ്പേം കോണ്ടാക്ട്സ് വിത്ത് സോണ പെല്ലൂസിഡ, എഗ്ഗിന്റെ ഔട്ടർ ലെയർ ആണ് സോണ പെല്ലൂസിഡ. സ്പേം സോണ പെല്ലൂസിഡ ലെയറിൽ കോണ്ടാക്ട് ചെയ്യുന്നു. നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചർ കണ്ടു. അതിന്റെ ഹെഡിന്റെ മുകളിൽ ഒരു ഏക്രോസോം ലെയർ ഉണ്ട്, അവിടെ ലൈറ്റിക് എൻസൈംസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് സോണ പെല്ലൂസിഡ ലെയറിൽ സ്പേം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ some changes will occur. It induces changes in the membrane that block the entry of additional sperms. Immediately നടക്കുന്ന ചേഞ്ച് എന്താ, ആ മെംബ്രെയിൻ ഇനി അഡീഷണൽ ആയിട്ട് സ്പേംസ് അവിടെ എൻറ്റർ ചെയ്യാതെ ഉടനെ ബ്ലോക്ക് ചെയ്യുന്നു. The secretions of the acrosome help sperm to enter the egg cytoplasm via zona pellucida and plasma membrane. Acrosomiലെ ലൈറ്റിക് എൻസൈംസ് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് സ്പേമിന്റെ ഹെഡിലുള്ളതാണത്. അത് സോണ പെല്ലൂസിഡയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി, പ്ലാസ്മ മെംബ്രെയിനിൽ ഓപ്പണിംഗ് ഉണ്ടാക്കി എഗ് സൈറ്റോപ്ലാസ്റ്റിൽ, ഓവത്തിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ എൻറ്റർ ചെയ്യാൻ സ്പേമിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദിസ് കോസസ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ സെക്കൻഡറി oocyte ടു ഫോം ആൻ ഓവം ഓർ ഊട്ടിഡ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി. നേരത്തെ ഫസ്റ്റ് പോളാർ ബോഡി ആദ്യത്തെ മിയോട്ടിക് ഡിവിഷനിൽ ഫോം ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി oocyteും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏക്രോസോമ് എഗ്ഗിന്റെ ഔട്ടർ ലെയർ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അതായത് എഗ്ഗിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ എൻ്റർ ചെയ്താൽ ഇമീഡിയറ്റ്ലി നടക്കുന്ന സ്റ്റെപ്പ് എന്താ, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ, സെക്കൻഡറി oocyteന്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ആൻഡ് ഓവം ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി ഫോംസ്. ദ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ആൻഡ് ഓഫ് ദ സ്പേം ആൻഡ് ദ ഓവം ഫ്യൂസ് ടുഗദർ ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പോൾ സ്പേം ഓൾറെഡി ഉള്ളിലെത്തി. രണ്ടിന്റെയും ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു, രണ്ടിന്റെയും മിയോട്ടിക് ഡിവിഷൻ ആണ് ഫൈനലി നടന്നത്, സ്പെർമാറ്റോജെനസിസിലും ഊജെനസിസിലും. സോ സ്പേമിലെ ക്രോമസോമിന്റെ നമ്പർ 23 ആണ്, ഓവത്തിൽ അല്ലെങ്കിൽ എഗ്ഗിൽ ക്രോമസോം നമ്പർ 23 ആണ്. അവിടെ ഇത് രണ്ടും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് രണ്ട് ഹാപ്ലോയിഡ് എന്ന് അങ്ങനെ പറയാം, ഹാഫ് നമ്പറിന് ഉള്ള n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഹാപ്ലോയിഡ്. അത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഗോട്ടിന്റെ ക്രോമസോം നമ്പർ 2n, ദാറ്റ് മീൻസ് 2 × 23 46 ആണ് ക്രോമസോം നമ്പർ. നോർമൽ ഒരു ഹ്യൂമൻ ഇൻഡിവിജ്വലിന്റെ ക്രോമസോം നമ്പർ ആണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ഫെർട്ടിലൈസേഷൻ. Then after fertilization എന്തൊക്കെയാണ് നടക്കുന്ന പ്രോസസ്? The zygote undergoes mitotic division. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷനിൽ ക്ലീവേജ് നടക്കും. ഓരോ ആദ്യം ഫസ്റ്റ് സെല്ല്, ദെൻ 2 cells ആവും, 2 cells 4 cells ആവും, അങ്ങനെ സെൽ ഡിവിഷൻ നടക്കും. Starts as it moves through the isthmus towards the uterus. അപ്പോൾ isthmus ambulary isthmic ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുന്നത്. അവിടെ നിന്ന് യൂട്രസിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഈ സൈഗോട്ടില് ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ആദ്യം 2 ഡോട്ടർ സെൽസ് ഉണ്ടാവും, പിന്നെ ആ 2 വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 ആവും, പിന്നെ 8, 16 അങ്ങനെയുള്ള ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഈ ഡോട്ടർ സെൽസിനെ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുന്നു. എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഇസ് കോൾഡ് എ മോറുല. അപ്പോൾ
ഒരു എംബ്രിയോ മീൻസ് മലയാളത്തിൽ ഭ്രൂണം 8 to 16 ബ്ലാസ്റ്റോമിയസ് ഉള്ള ഒരു എംബ്രിയോനെ മോറുല എന്ന് പറയാം. ദിസ് മോറുല അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. സ്റ്റേജസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ആദ്യം സൈഗോട്ട് 2 cell stage, then 4 cell stage, then 8, then 16, finally blastocyst form ചെയ്യുന്നു. Then what is the difference between peculiarity of blastocyst? Blastocyst there will be 2 layers, an outer layer called trophoblast and inner cell mass attached to the trophoblast. അപ്പോൾ 2 layers ആയിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റിലെ ബ്ലാസ്റ്റോമിയേഴ്സ് കാണുക. 2 layers. ഔട്ടർ ലെയറിന് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നു, ആൻഡ് ഇന്നർ ലെയർ ഒരു മാസ് ഓഫ് സെല്ലാണ്, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്നർ സെൽ മാസ്. ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗിവ്സ് നറിഷ്മെന്റ് ടു ദ ഇന്നർ സെൽ മാസ്. സോ ഇന്നർ സെൽ മാസിന് വേണ്ട നറിഷ്മെന്റ്, ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കുന്നതാണ് ട്രോഫോബ്ലാസ്റ്റ് ലെയർ. ഓൾസോ ഇറ്റ് ഗെറ്റ്സ് അറ്റാച്ച് ടു എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലേക്ക്, യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ആണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലേക്ക് ഈ സൈഗോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ വഴിയാണ്. ദ ഇന്നർ സെൽ മാസ് gets differentiated into 3 germ layers. ഈ 3 germ layers നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സെല്ലുലാർ ഓർഗനൈസേഷനിൽ 3 germ layers ഉണ്ട്. ഔട്ടർ എക്ടോഡേം ആണ്, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഈ ഇന്നർ സെൽ മാസ് ആണ് ഈ 3 germ layers ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നത്. അതിൽ നിന്ന് ഓരോ ഹ്യൂമൻ ഓർഗൻസ് ഡെവലപ്ഡ് ആവുന്നു. ദിസ് 3-layered structure ഫോംസ് അതിനെയാണ് ഗാസ്ട്രുല എന്ന് പറയാം. ഫോംസ് ദ എംബ്രിയോ. ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഭ്രൂണമായി മാറുന്നത് കേട്ടോ. 3 ലെയർ ഫോം ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഇംപ്ലാന്റേഷൻ തൊട്ട് മുന്നുള്ള പ്രോസസ്സ്. ദെൻ ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച് ചെയ്തു എവിടെ? യൂട്രസിന്റെ എൻഡോമെട്രിയത്തിലേക്ക്. ഇന്നർ ലൈനിങ് ആണ് എൻഡോമെട്രിയം, അവിടെ അറ്റാച്ച് ചെയ്തു. ആഫ്റ്റർ അറ്റാച്ച്മെന്റ് ദ യൂട്രൈൻ സെൽസ് ഡിവൈഡ് റാപ്പിഡ്ലി ആൻഡ് കവർ ദ ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ അറ്റാച്ച് ചെയ്ത ഉടനെ ഫസ്റ്റ് ഡേ അറ്റാച്ച് ചെയ്തു, ഉടനെ എന്ത് ചെയ്യും? യൂട്രൈൻ സെൽസ് ഉടനെ ഡിവൈഡ് ചെയ്ത്, യൂട്രസിന്റെ സെൽസ് എവിടെയാണ് അറ്റാച്ച് ചെയ്ത് അവിടെ സെൽസ് ഡിവൈഡ് ചെയ്ത് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ അങ്ങോട്ട് കവർ ചെയ്യും. കവർ വെച്ചാൽ അതിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്ത പോലെ അതിൽ ഉറച്ചിരിക്കും. ഒരു ചെടി വേര് പിടിക്കുന്ന പോലെ വേര് പിടിക്കും. ദാറ്റ്സ് വൈ ദ ടേം ഈസ് കോൾഡ് ആസ് ഇംപ്ലാന്റേഷൻ. ആസ് എ റിസൾട്ട് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ബിക്കംസ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയം. അപ്പം എൻഡോമെട്രിയത്തിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ഭാഗമായി മാറും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ഇംപ്ലാന്റേഷൻ. സോ ഫെർട്ടിലൈസേഷൻ കണ്ടു. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം, ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷന് മുമ്പ് ആ സെല്ലിൽ, എംബ്രിയോയിൽ നടക്കുന്ന, സൈഗോട്ടിൽ നടക്കുന്ന സ്റ്റേജസ്, സെൽ ഡിവിഷനിൽ ഓരോരോ സ്റ്റേജസ് പഠിക്കുക. ദെൻ ഇറ്റ് റീച്ചസ് ദ യൂട്രസ്. യൂട്രസിൽ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എംബഡഡ് ആവുന്നു ആൻഡ് ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ്. സോ ഫൈനലി ദ പ്രോസസ് ഇസ് കംപ്ലീറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് pregnancy and embryonic development. Implanted ആയ of course that lady will become pregnant. അപ്പോൾ എന്താണ് പ്രഗ്നൻസി, എങ്ങനെയാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കുക? ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ, സോ യൂട്രസിന്റെ ഇന്നർ മെംബ്രെയിനിൽ ഇംപ്ലാന്റേഷൻ ആയി, അതായത് സൈഗോട്ട് അവിടെ, ഭ്രൂണം അവിടെ അറ്റാച്ച്ഡ് ആയി, ഉടനെ തന്നെ എന്ത് സംഭവിക്കും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിനെയാണ് കോറിയോണിക് വില്ലൈ. വില്ലൈ നമ്മൾ കഴിഞ്ഞ വർഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലൈ കണ്ടു, ഫിംഗറിന്റെ വിരലിന്റെ ഷേപ്പിലുള്ള പ്രൊജക്ഷൻസ്. അതുപോലെ ഇവിടെയും ഒരു വില്ലൈ ഉണ്ട്, ദാറ്റ് ഈസ് കോറിയോണിക് വില്ലൈ. They appear on trophoblast. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റ് ലെയറിലേക്ക് എന്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവുന്നു. They are surrounded by uterine tissue and maternal blood. അപ്പോൾ അതിന്റെ ചുറ്റും യൂട്രസിന്റെ ടിഷ്യൂ, മെറ്റേണൽ ബ്ലഡും. ഈ സൈഗോട്ടിന് അല്ലെങ്കിൽ എംബ്രിയോന് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ അവിടെ ഒക്കെ കിട്ടും. The chorionic villi and uterine tissue are interdigitated to form placenta. സോ പ്ലാസന്റ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്ലാസന്റയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷൻ. അമ്മയിൽ നിന്ന് ഭക്ഷണം എല്ലാം കുഞ്ഞിന് കിട്ടുന്നതും ഓക്സിജൻ കിട്ടുന്നതും പ്ലാസന്റ വഴിയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നതും പ്ലാസന്റ വഴിയാണ്. സോ പ്ലാസന്റ എങ്ങനെയാണ് ഫോം ചെയ്യുക? അതിൽ ഇൻവോൾവ് ആയ ടിഷ്യൂസ് ഏതൊക്കെ? ദി കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂ, അമ്മയുടെ യൂട്രസിന്റെ ടിഷ്യൂസും കൂടി ചേർന്നിട്ടാണ് പ്ലാസന്റ ഫോം ചെയ്യുക. പ്ലാസന്റ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ എംബ്രിയോ. ഇപ്പോൾ എംബ്രിയോ നമ്മൾ ഫീറ്റസ് എന്ന് പറയും, ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി. അപ്പോൾ ഇതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു കണക്ഷൻ. സ്ട്രക്ചറലി ഫങ്ഷണലിയും ചെയ്യുന്നൊരു യൂണിറ്റാണ് പ്ലാസന്റ. ദ പ്ലാസന്റ ഈസ് കണക്റ്റഡ് ടു ദ എംബ്രിയോ ബൈ ആൻ അംബ്ലിക്കൽ കോഡ്. അപ്പോൾ കുഞ്ഞിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്, ഭ്രൂണത്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത് അംബ്ലിക്കൽ കോഡ് വഴി. ദിസ് ഇസ് അംബ്ലിക്കൽ കോഡ്, പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം ദ എംബ്രിയോ. എംബ്രിയോയിലേക്കും എംബ്രിയോ എന്ന് പുറത്തേക്കും, ഇത് പുറത്തേക്ക് വെച്ചാൽ അമ്മയുടെ ശരീരത്തിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും, സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും.
വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസൻറ്റ? എന്തൊക്കെയാണ് പ്ലാസൻറ്റയുടെ ഫങ്ഷൻസ്? ഇറ്റ് ആക്ട്സ് ആസ് ബാരിയർ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മദർ. ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഫീറ്റസിൻ്റെയും മദറിൻ്റെ ഇടയിലുള്ള ബാരിയർ ആണത്. ആൻഡ് ഇറ്റ് ഓൾസോ സപ്ലൈ ഓക്സിജൻ, ന്യൂട്രിയൻസ് എക്സെട്ര ഫ്രം മദർ ടു ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു, ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യും. ആൻഡ് ഓൾസോ റിമൂവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്, എക്സ്ക്രീറ്ററി വേസ്റ്റ് എക്സെട്ര ഫ്രം ഫീറ്റസ്. അപ്പം ഫീറ്റസിലെ അവിടെയും സെല്ലുലാർ മെറ്റബോളിസം ഒക്കെ നടന്ന് വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻഡ് മീൻസ് ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺസ്. ഇവിടെയും ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺസ് ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG. എല്ലാത്തിൻ്റെയും ഫുൾ ഫോമും ഷോർട്ട് ഫോമും അറിഞ്ഞിരിക്കണം. Then HPL, human placental lactogen. Then estrogen, progesterone and relaxin. ഇതെല്ലാം പ്ലാസൻറ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. സോ അതിൽ റിലാക്സിൻ ഓവറിയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. റിലാക്സിൻ ഈസ് ഓൾസോ സെക്രീറ്റഡ് ബൈ ഓവറി. അപ്പോൾ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ സെക്രീറ്റഡ് ആവുന്ന എൻസൈംസ് എടുക്കുക. ആ സമയത്ത് മാത്രം എന്ന് ഒരു ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതിൽ ഈ ഹോർമോൺസ് ഒക്കെയാണ് അതിൻ്റെ ആൻസർ. ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ്ട്രജൻ, പ്രൊജസ്ട്രോജൻ, കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ, തൈറോക്സിൻ, ഹോർമോൺസ് എല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിരിക്കുന്നതാണ്. എക്സെട്ര ആർ ഓൾസോ ഇൻക്രീസ്ഡ് ഇൻ മെറ്റേണൽ ബ്ലഡ്. മെറ്റേണൽ ബ്ലഡിൽ ഇതെല്ലാത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും പ്രഗ്നൻസി പീരീഡിൽ. ദേ സപ്പോർട്ട് ദ ഫീറ്റൽ ഗ്രോത്ത്. എന്തിനായിരിക്കും കൂടുന്നത്? ഫീറ്റൽ ഗ്രോത്ത്, ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക്. മെറ്റബോളിക് ചേഞ്ചസ് ഇൻ മദർ ആൻഡ് മെയിൻറ്റെയിൻ പ്രഗ്നൻസി. അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന മെറ്റബോളിക് ചേഞ്ചസ്, പിന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഹോർമോൺസിൻ്റെ ഉദ്ദേശം. ദ ജേം ലെയേഴ്സ് ഗീവ് റൈസ് ടു ഓൾ ടിഷ്യൂസ്. 3 ജേം ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എക്ടോഡേം, മിസോഡേം, എൻഡോഡേം. ഈ ജേം ലെയേഴ്സിൽ നിന്നാണ് എല്ലാ ടിഷ്യൂസും ഫോം ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതാണ്. ദ സ്റ്റെം സെൽസ് ഇൻ ദ ഇന്നർ സെൽ മാസ് ഹാവ് ദ പൊട്ടൻസി ടു ഗീവ് റൈസ് ടു ഓൾ ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ സ്റ്റെം സെൽസിൻ്റെ ഇന്നർ സെൽ മാസിലുള്ള സ്റ്റെം സെൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ സ്റ്റെം സെൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാലും അവിടുത്തെ സെല്ലായിട്ടോ ഓർഗനായിട്ടോ മാറാനുള്ള ഒരു കഴിവ് ഈ സ്റ്റെം സെൽസിനുണ്ട്. അതുപോലെ ഒരു റീസെൻ്റ്ലി ഒരു സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു അംബ്ലിക്കൽ കോഡിൽ നിന്നുള്ള ഇന്നർ സെൽ മാസ് സ്റ്റോർ ചെയ്ത് ബ്ലഡ് ബാങ്ക് പോലെയൊക്കെ സ്റ്റോർ ചെയ്ത് അത് ഫർദർ ട്രീറ്റ്മെൻറ്റ്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത്രയും വ്യാപകമായിട്ടില്ലെങ്കിലും ഇറ്റ് ഓൾസോ സ്റ്റാർട്ടഡ്. ദെൻ പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതിൽ ജെസ്റ്റേഷൻ പീരീഡ്, ഒരു പ്രഗ്നൻസി പീരീഡിനെയാണ് ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുക. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുന്ന ആ കാലഘട്ടം. അത് ഓരോ ഇൻഡിവിജ്വലും ഓരോ അനിമൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഹ്യൂമൻ ബീയിങ്സിൽ ഇറ്റ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫോർ 9 months. കാറ്റ്സിൽ 2 months ആണ്, ഡോഗിൽ 2 months, എലിഫൻറ്റിൽ 21 months. അതാണ് ജെസ്റ്റേഷൻ പീരീഡ്. ഇനി എംബ്രിയോണിക് ഡെവലപ്മെന്റ്, കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രഗ്നൻസി ടൈമിൽ എംബ്രിയോയിൽ നടക്കുന്ന ചേഞ്ചസ്, ഓരോ മന്തിലും നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ആഫ്റ്റർ 1 month, 1 മാസം കഴിഞ്ഞാൽ ഹാർട്ട് ഈസ് ഫോംഡ്, ഹാർട്ട് ഫോം ചെയ്യും. ദിസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ വർഷം ഈ എക്സാമിനേഷൻ സെക്കൻഡ് ഇയറിൻ്റെ കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ദെൻ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് കഴിയുമ്പോൾ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്പ്. കൈവിരലുകൾ, കൈ, കാലൊക്കെ ഉണ്ടാവും. എൻഡ് ഓഫ് 12 weeks, 12 ആഴ്ച കഴിഞ്ഞാൽ മേജർ ഓർഗൻസ്, ലിംസ്, എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ്, അതൊക്കെ മേജർ ഓർഗൻസ് ഡെവലപ്ഡ് ആവും. 5th month ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ്. 5ാമത്തെ മാസം ആകുമ്പോഴേ കുഞ്ഞിൻ്റെ ആദ്യത്തെ മൂവ്മെന്റ് നടക്കുക. ഉടനെ തലയിലെ മുടിയൊക്കെ കാണാൻ തുടങ്ങും. ദെൻ എൻഡ് ഓഫ് 24 weeks, ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ബോഡി മുഴുവൻ ഹെയർ ആയിരിക്കും. ഐലിഡ്സ് ഒക്കെ സെപ്പറേറ്റഡ് ആവും. ഐ ലാഷസ്, അതായത് കൺപീലികൾ ഫോം ചെയ്യാൻ തുടങ്ങും. ദെൻ എൻഡ് ഓഫ് 9 month അവസാനം ആകുമ്പോഴേക്കും കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ബി റെഡി ഫോർ ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. ദെൻ പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. വാട്ട് ഈസ് പാർച്ചുറേഷൻ? ലേബർ റൂം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രോസസ്സിനെയാണ് പാർച്ചുറേഷൻ എന്ന് പറയുക. കുഞ്ഞിന് ജന്മം നൽകുന്ന ആ പ്രോസസ്, ഇറ്റ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു യങ് മന്ത്സ്. ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയെന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ സിഗ്നൽ അമ്മയുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഉടനെ തന്നെ അത് സിഗ്നൽസ് കൊടുത്ത് അവിടെയുള്ള ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസത്തിന് സിഗ്നൽസ് കിട്ടുന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി ഗർഭപാത്രത്തിൽ കൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു. ചെറുതായിട്ട് കൺട്രാക്ഷൻസ്, ചുരുങ്ങുക, വികസിക്കുക, എക്സ്പാൻഡ്, റിലാക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ നടക്കും. ഉടനെ തന്നെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഇതുമൂലം അവിടേക്ക് എത്തും.
ഫീറ്റസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാനുള്ള റിഫ്ലെക്സ് ഒരു സിഗ്നൽ എത്തും. ദിസ് കോസസ് റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ. ആ സമയത്ത് അമ്മയുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ ആണ് ഇറ്റ് കോസസ് സ്ട്രോങ്ങർ യൂട്രൈൻ മസിൽ കൺട്രാക്ഷൻസ് which in turn stimulate further secretion of oxytocin. ഓക്സിറ്റോസിൻ വന്നാൽ മാത്രമേ ഈ മസിലിന്റെ യൂട്രസിന്റെ മസിൽ കൺട്രാക്ട് ചെയ്യുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ട് എടുക്കുള്ളൂ. അത് മാത്രമല്ല, ഇത് സ്ട്രോങ് ആയിട്ട് കൺട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഉടനെ വീണ്ടും കൂടുതൽ ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നു. ദിസ് പ്രോസസ് ഇസ് കണ്ടിന്യൂഡ് ലീഡിങ് ടു എക്സ്പൾഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ദ ബർത്ത് കനാൽ. ഇത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. Then after parturition, കണ്ടോ കുഞ്ഞ് പുറത്തേക്ക് വന്നു, umbilical cord is cut off. umbilical cord കട്ട് ചെയ്യുന്നു. The placenta and the remnants of umbilical cord are expelled from the maternal body after parturition. It is called afterbirth. അപ്പോൾ നിങ്ങൾ പശുവൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ കേട്ടേണ്ട മറുപിള്ള വരുന്നു എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് ഇസ് ദ ആഫ്റ്റർ ബർത്ത്. അതിൽ വരുന്നത് ഈ പ്ലാസന്റെയും അതിൻ്റെ ബാക്കിയുള്ള umbilical cordന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് വരും. അത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിലൊക്കെ സെയിം തന്നെയാണ്. അതിനെയാണ് ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്നത്. കുഞ്ഞിന് ജനനശേഷം ഉണ്ടാവുന്നതായതുകൊണ്ട്. അതാണ് നമ്മൾ മറുപിള്ള വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന സാധനം. നൗ ഇനി എന്ത്, കുഞ്ഞ് വന്നു, ജനനം കഴിഞ്ഞു, അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തു. ഇനി എന്ത് വേണം, കുഞ്ഞിന് പാല് കൊടുക്കണം അല്ലേ. കുഞ്ഞിൻ്റെ ഫസ്റ്റ് നറിഷ്മെന്റ് അമ്മയിൽ നിന്ന് കിട്ടണതാണ് അല്ലേ. ആദ്യത്തെ കുറേ മാസങ്ങളിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ദർ ഇസ് എൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫസ്റ്റ് മിൽക്ക് പറയാം നമുക്ക്. The mammary glands produce milk towards the end of pregnancy. അപ്പോൾ mammary glands milk ഉണ്ടാക്കും ഉടനെ. That process called as lactation. അതുമാത്രമല്ല, the first milk അമ്മയുടെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ആദ്യത്തെ മിൽക്ക്, അത് പാല് പോലെ ആയിരിക്കില്ല, ഒരു യെല്ലോയിഷ് കളറിലായിരിക്കും. അത് പണ്ടൊക്കെ കളഞ്ഞിരുന്നു, പക്ഷേ അത് പിൽക്കാലത്ത് മനസ്സിലായി അതിലാണ് ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡീസ് ഉള്ളത്. കുഞ്ഞ് ഇത്ര നാൾ അമ്മയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഇമീഡിയറ്റ്ലി കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിന് ആ അറ്റ്മോസ്ഫിയറായിട്ട് യോജിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഫസ്റ്റ് യെല്ലോ മിൽക്ക്, ഇറ്റ് ഈസ് കോൾഡ് ആസ് കൊളസ്ട്രം. ഫസ്റ്റ് യെല്ലോയിഷ് മിൽക്കിനെയാണ് കൊളസ്ട്രം എന്ന് പറയുക. ഈ കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കണം, നിർബന്ധമായി കൊടുത്തിരിക്കണം. അതാണ് ന്യൂബോൺ കുഞ്ഞിന് വേണ്ട എല്ലാ റെസിസ്റ്റൻസ് പവറും കൊടുക്കുന്നത്, പ്രതിരോധ ശേഷിയും കൊടുക്കുന്നത്. So here ends the chapter. Chapter almost completed ആയി.